ഹായ് ഹലോ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും മിനി ഹോം കുക്കിങ്ങിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചുമ്മാ പറഞ്ഞിട്ട് കുറേ ദിവസമായി അങ്ങനെയൊക്കെ പറഞ്ഞ് വീഡിയോസൊക്കെ ഇട്ടിട്ട് അവരെ ഇപ്പോൾ ഇങ്ങനെ വന്നിരിക്കുന്ന ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, കുക്കിംഗ് വീഡിയോസ് ഒന്നുമില്ലേ, ഇപ്പോൾ പാചക പരിപാടി ഒന്നുമില്ലേ എന്നൊക്കെ എല്ലാവരും ചോദിക്കുന്നുണ്ട്. അപ്പോഴേ ശരിയാണ്, ഞാൻ കുക്കിംഗ് വീഡിയോസുമായിട്ട് അങ്ങനെ അധികം വരുന്നില്ല. കാരണം നമുക്ക് അച്ചാറിൻ്റെ പരിപാടിയൊക്കെ ആയി കഴിയുമ്പോൾ പിന്നെ സമയമില്ല. അപ്പം അങ്ങനെ ആ ഒരു ഇത് കൊണ്ടാണ് നമ്മളങ്ങനെ അധികം വീഡിയോസുമായിട്ട് എത്താത്തത്. എന്നാലും ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ എത്തുന്നുണ്ട്. അപ്പോൾ അതെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നീടെന്ന് പറയുന്നത്, പിന്നെ നമുക്ക് എപ്പോഴും ജോലിയാണല്ലോ, നമുക്ക് ജോലി ഒഴിഞ്ഞ് ഇരിക്കാൻ സമയമില്ലാത്തൊരു സ്ഥലമാണ് നമ്മുടെ ഈ അടുക്കള എന്ന് പറയുന്നത്. ഞാനിപ്പോഴും ജോലിയിലാണ്. കാരണം എൻ്റെ ഫ്രിഡ്ജ് അങ്ങ് കേടായിപ്പോയി. അപ്പോൾ ഫ്രിഡ്ജിൻ്റെ ഡോക്ടർക്കും വന്നിട്ട് അത് ശരിയാക്കാൻ പറ്റത്തില്ല. അപ്പോൾ കുറേ ക്യാരറ്റും അതും ഇതൊക്കെ വാങ്ങി വെച്ചിരുന്നായിരുന്നു കേട്ടോ. പച്ചക്കറികളൊക്കെ നമുക്ക് ഓരോന്നൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഇനിയിപ്പോൾ അതെല്ലാം കഴുകി നിരത്തിയിടാം. അപ്പോൾ 3-4 ദിവസമൊക്കെ ഇരിക്കുമായിരിക്കും നിരത്തിയിട്ട് കഴിഞ്ഞാൽ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി എടുക്കുന്ന ജോലി തിരക്കിലാണ് ഞാൻ. അപ്പോൾ ഞാൻ ഓരോരുത്തർ പറയുന്നുണ്ട്, എൻ്റെ വീഡിയോസൊന്നും വരുന്നില്ല, കയറി വരുന്നില്ല എന്ന് പറയുന്നവരോട് പറയാനുള്ളത്, എൻ്റെ വീഡിയോസോ ഫോട്ടോസോ റീൽസോ ഊണിൻ്റെതോ എന്തൊക്കെ കയറി വരുമ്പോൾ നിങ്ങൾ എൻ്റെ പേജൊന്ന് എന്താ പറയുക, ഫോളോ ചെയ്ത് ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്ത് എന്തെങ്കിലും ഒരു കമൻറ്റ് എഴുതിയിട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എൻ്റെ വീഡിയോസൊക്കെ എത്തുന്നതായിരിക്കും. പിന്നെയെന്ന് പറയുന്നത്, നമുക്ക് എന്ന് പറയുന്നത് ഈ കൂടുതൽ നമുക്ക് അണിഞ്ഞൊരുങ്ങി മേക്കപ്പ് ചെയ്ത് വലിയ ആഡംബരമായിട്ടുള്ള വീഡിയോസൊന്നും എടുത്തിടാനുള്ള സമയമില്ല, അതിനുള്ള സാഹചര്യമില്ല. കാരണം ഇവിടെ എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ജോലിയാണ്. അപ്പം നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒരുപാട് ആളും പേരൊന്നുമില്ല. ഇപ്പം വീഡിയോസ് എടുക്കണമെങ്കിലും ജോലി ചെയ്യണമെങ്കിലും അത് എഡിറ്റ് ചെയ്യണമെങ്കിലും അപ്ലോഡ് ചെയ്യണമെങ്കിലും എല്ലാം ഞാൻ തന്നെ വേണ്ടേ. അപ്പം അങ്ങനെയൊന്നും നമ്മളെ ഹെൽപ്പ് ചെയ്യാനോ ഒന്നും ആരുമില്ല. എല്ലാം എൻ്റെ ഒറ്റയാൾ പോരാട്ടം തന്നെയാണ്. ഈ ഒറ്റയാൾ പോരാട്ടത്തിൽ കൂടി തന്നെയാണ് ഞാനിപ്പോൾ ഈ 40,000 ഫോളോവേഴ്സിൽ എത്താറായി നിൽക്കുന്നത്. അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എൻ്റെ പൊട്ടത്തരങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയും സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഒന്നുമല്ലാതെ ആയിരുന്നു എനിക്ക് ഈ പറയുന്ന കണക്ക് ഈ കുറഞ്ഞ നാളുകൊണ്ട് ഇത്രയും ഫോളോവേഴ്സ് ആയിട്ടുണ്ട്. അതിലെനിക്ക് ഒരുപാട് നിങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ട് തന്നെയാണത്. അപ്പോൾ തുടർന്ന് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടാകണം. കാരണം പിന്നെ ഇതാണ്, നമുക്ക് ഒരുപാട് ആഡംബരത്തിലോ മേക്കപ്പ് ചെയ്തോ ഒന്നും നമുക്ക് വീഡിയോസ് എടുക്കാൻ വന്നിരിക്കാൻ വീഡിയോസ് ഒന്നും എടുത്തിടാൻ സാധിക്കത്തില്ല. കാരണം നമ്മൾ സാധാരണക്കാരാണ്. നമ്മളെപ്പോഴും ഓരോ ജോലിയിലായിരിക്കും. ആ ജോലിയിൽ ഇരിക്കുമ്പോഴായിരിക്കും നമ്മൾ ചിലപ്പം അതുകൊണ്ട് ചില സമയത്തൊക്കെ ഞാൻ എൻ്റെ ഫേസ് കാണിച്ചിട്ട് ഫോണിൻ്റെ വീഡിയോസ് എടുത്തിടും. ചിലപ്പം നമുക്ക് അതും കാണിക്കാൻ പറ്റാത്തിട്ട് ചിലപ്പോൾ നമ്മളൊരു മുഷിഞ്ഞ ഉടുപ്പ് അച്ചാറൊക്കെ ഇടുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു മുഷിഞ്ഞ ഉടുപ്പൊക്കെ ഇട്ടുകൊണ്ടായിരിക്കും നിന്ന് നമ്മൾ അച്ചാറൊക്കെ ഇടുന്നത്. കാരണം എണ്ണയും മസാലകളും ഒക്കെ ആയതുകൊണ്ട് അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പം നമുക്ക് ചിലപ്പോൾ ഫേസ് കാണിക്കാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെ ഉള്ള ഓരോ ഇതുകൾ വരും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ ഒരു പോരായ്മകളുണ്ട്. അപ്പം എൻ്റെ വീഡിയോസൊക്കെ കാണുന്നവർ തീർച്ചയായിട്ടും ഒന്ന് ഫോളോ ചെയ്ത് ലൈക്ക് ചെയ്തും എന്തെങ്കിലും ഒരു കമൻറ്റ് എഴുതി ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വീഡിയോസൊക്കെ ഞാനിടുന്ന വീഡിയോസും കാര്യങ്ങളും എല്ലാം നിങ്ങളിലോട്ട് എത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ റീൽസിലൊക്കെ പാട്ട് പാടിയിടുന്നത് ചുമ്മാ, എനിക്ക് പാട്ടൊന്നും അറിയത്തില്ല. ഞാൻ വെറുതെ നമുക്ക് എന്തെങ്കിലും ഒരു റീലിടണ്ടേ. അപ്പോൾ അത് ഈ ഫേസ്ബുക്കിൽ വീഡിയോസ് ഇടുക എന്ന് പറയുന്നതും എൻ്റെ ഒരു ജോലിയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പം ഞാനതിലിടുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് മൂളി എടുത്തിടണമല്ലോ. അപ്പോൾ അതുകൊണ്ടൊക്കെ ഞാൻ ഇടുന്നതാണ്. പിന്നെ ഇച്ചിരിയൊക്കെ എഴുതണമെന്ന് വിചാരിച്ചിട്ട് നടന്നില്ല, എടുത്തും ഒക്കെ മുന്നോട്ട് കൊണ്ടുവരണം എന്നുള്ള ചിന്തയാണ് എൻ്റേത്. അപ്പം ചില സമയങ്ങളിൽ നമുക്ക് എന്താ പറയുക, മനുഷ്യൻ്റെ മനസ്സല്ലേ പല മൈൻഡിലായിരിക്കും. പല ചിന്തകളിലോട്ട് പോകുമ്പോൾ നമുക്ക് നമ്മുടെ കാര്യങ്ങളിൽ നമ്മൾ തീരുമാനിച്ച് വെച്ചിരിക്കുന്ന കാര്യങ്ങളിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരും. അതാണ് ഈ വരുന്ന കുഴപ്പമെന്ന്. പ്രത്യേകിച്ച് ഞാൻ ഈ ഒറ്റയ്ക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ മനസ്സിൽ പലവിധ ചിന്തകളായിരിക്കും. അപ്പം അങ്ങനെ വരുന്നുണ്ടെങ്കിൽ എല്ലാം അങ്ങ് പെൻഡിങ്ങിലാവും. അതാണ് ഈ വരുന്ന കുഴപ്പമെന്ന് പറയുന്നത്. എന്നാലും ഞാൻ എൻ്റെ എഴുത്തുകളുമായിട്ടൊക്കെ എത്തുന്നതായിരിക്കും. പണ്ട് ഞാൻ എഴുതിയ കുറേ കവിതകളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ എടുത്ത് ഞാൻ പോസ്റ്റ് ചെയ്യാം. അത് പോസ്റ്റ് ചെയ്യണമെങ്കിലും പിന്നെ ഒന്നീ ടൈപ്പ് ചെയ്യണം, അല്ലെങ്കിൽ വോയിസ് കൊടുത്തിട്ട് അത് എഴുതണം. അപ്പോൾ വോയിസ് കൊടുക്കുമ്പോൾ നമ്മൾ എഴുതുമ്പോൾ ഈ ഗൂഗിളെന്ന് പറയുന്നത് ഒന്നുമുണ്ടല്ലോ, നമ്മൾ പറയുന്ന വാക്കൊന്നും ആയിരിക്കത്തില്ല അതിനകത്ത് എഴുതി വരുന്നത്. അപ്പോൾ അതുകൊണ്ടൊരു മെനക്കേടാണ്. ഇപ്പോൾ ഏതാ നമ്മളിരുന്ന് ടൈപ്പ് ചെയ്യുന്നതാണ് നല്ലതെന്ന് തോന്നും. അങ്ങനെയൊക്കെ ഓരോ ഇതുകളാകുമ്പോൾ പിന്നെ അങ്ങ് മടിയാകുന്നു.
അപ്പോൾ പിന്നെ അച്ചാർ ഇനി താഴെ ഞാൻ ഫോൺ നമ്പർ കൊടുത്തേക്കാം. അച്ചാറുകളൊക്കെ വേണ്ടുന്നവർക്ക് തീർച്ചയായിട്ടും ഓർഡർ ചെയ്യാം. നമ്മൾ കൊറിയറൊക്കെ അയച്ചു തരുന്നതായിരിക്കും. നോൺ വെജിൻ്റെ അച്ചാറുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് കേരച്ചൂരയുണ്ട്, ചൂരയുണ്ട്. ചൂരയെന്ന് പറയുമ്പോൾ നമ്മുടെ സാധാ ചൂരയല്ല, അതിൻ്റെ മാംസം നമുക്ക് കറുത്തിരിക്കുമല്ലോ. അപ്പോൾ അത് അച്ചാറിട്ടാലും വലിയ ടേസ്റ്റൊന്നും കാണില്ല. നമ്മളിവിടെ വെള്ളച്ചൂരയുടെ അച്ചാറാണ് സാധാ കൊടുക്കുന്നത്, പിന്നെ കേരച്ചൂരയുടെ. രണ്ടും രണ്ടായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. രണ്ടിനും രണ്ട് റേറ്റാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത്, അച്ചാർ കൊടുക്കുന്നത്. പിന്നെ ചെമ്മീനോ ബീഫ് ഫ്രൈയോ ഒക്കെ വേണ്ടുന്നവർക്ക് ഓർഡർ ചെയ്യാം. ഓർഡർ അനുസരിച്ച് നമ്മൾ തയ്യാറാക്കി തരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. പിന്നെ എൻ്റെ അടുക്കളയാണ്, അറിയാലോ. പിന്നെ അതാണ് നമുക്ക് കേടായി. ഇപ്പോൾ ഡോക്ടർ വന്ന് നോക്കിയിട്ട് പോയി ഫ്രിഡ്ജിൻ്റെ. അപ്പോൾ അങ്ങനെയൊക്കെ ഓരോ ഇതുകൾ. ഇനിയിപ്പോൾ ഉടനെ ഒന്നും ഫ്രിഡ്ജ് വാങ്ങാൻ പറ്റത്തില്ല. തൽക്കാലം ഇങ്ങനെ പോകട്ടെ. പിന്നെ ഫ്രിഡ്ജ് ഉണ്ടായിരുന്നപ്പോൾ നമുക്കൊരു ഉപകാരമായിരുന്നു. പാചകമൊക്കെ ഉണ്ടായതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങി സൂക്ഷിച്ചൊക്കെ വയ്ക്കാനൊക്കെ ഒരു ഇതായിരുന്നു. അപ്പോൾ അങ്ങനെ അതും കേടായി. അങ്ങനെ ഓരോ ജോലികൾ ഞാനിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുക്കിംഗ് വീഡിയോസുമായിട്ടൊക്കെ ഞാൻ തീർച്ചയായിട്ടും ഞാൻ എത്തുന്നതായിരിക്കും. പിന്നെ എന്ന് പറയുന്നത്, വീഡിയോസ് എത്താത്തത് നിങ്ങൾ എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് ലൈക്ക് ചെയ്ത് എന്തെങ്കിലും ഒരു കമൻറ്റ് എഴുതിയിട്ടാൽ നിങ്ങളിലേക്ക് എത്തും. അപ്പം പുതിയൊരു വീഡിയോയുമായി എത്തുന്നവരെ ടാറ്റാ ബൈ.